നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടിട്ട് അഥവാ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിവ്യൂസും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പോൾ പുതിയ കുറെ അപ്ഡേഷൻസും റിവ്യൂ ഹർജികളുടെ റിപ്പോർട്ടുകൾ, അതേപോലെ തന്നെ മന്ത്രിസഭാ യോഗങ്ങളുടെ തീരുമാനങ്ങൾ ഒക്കെ ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സംശയങ്ങളാണ് കേഡറ്റുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കേഡറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അറിയാൻ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേഡറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് അതോടൊപ്പം കേഡറ്റുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി താഴെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ജോയിൻ ചെയ്യുക. ഈ അപ്ഡേഷൻസ് എല്ലാം ഉടൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക കേട്ടോ. അതേപോലെ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ എയിം സ്റ്റഡീസിന്റെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം PDF രൂപത്തിലുള്ള അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമ്മുടെ കേട്ടറ്റ് വിധി എന്തോ ആയിക്കൊള്ളട്ടെ. കാരണം സെപ്റ്റംബർ 1 2025 സെപ്റ്റംബർ 1 പുറപ്പെടുവിച്ച സുപ്രീം കോടതി വിധി പ്രകാരം LP, UP, HSA പോലെയുള്ള തസ്തികകളിൽ വർക്ക് ചെയ്യുന്ന സർവീസിലുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിക്കൊണ്ടായിരുന്നു വിധി വന്നിരുന്നത്. അപ്പൊ അതിനിപ്പോ റിവ്യൂ ഹർജികളും പെറ്റീഷൻസും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗ തീരുമാന പ്രകാരം ഫെബ്രുവരിയിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷ എന്താണെങ്കിലും ഫെബ്രുവരിയിൽ വരുന്നുണ്ട്. ഡിസംബർ അവസാനത്തോടു കൂടെ തന്നെ നമുക്കുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഈ പറയുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് പൊയ്ക്കോട്ടെ. അതിപ്പോ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് കേട്ടിട്ട് നേടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സേഫ് ആണ്. ടെൻഷൻ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ഇപ്പോഴുള്ള പരീക്ഷയാണെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ വരുന്നതുകൊണ്ട് തന്നെ അധികം കടുപ്പിക്കാതെയുള്ള ഒരു പരീക്ഷ തന്നെ, അതായത് ഈ വിധിക്ക് ശേഷം വരുന്ന ആദ്യത്തെ പരീക്ഷ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് അധികം കടുപ്പിക്കാതെ തന്നെയുള്ള ഒരു പരീക്ഷ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടിട്ട്. അപ്പൊ അതിനായിട്ടുള്ള പുതിയ ക്ലാസ്സുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ കേട്ടറ്റിൽ കഴിഞ്ഞ എക്സാം കഴിഞ്ഞതിൽ 100% ആളുകളും, അതായത് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ നിന്നും സ്പെഷ്യൽ കേട്ടറ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന മുഴുവൻ അധ്യാപകരും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 10 കേട്ടറ്റിലായിട്ട് 7000-ഓളം ആളുകളാണ് എയിംസിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ മാത്രം മേന്മ എന്നല്ല, ഞങ്ങൾ തരുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ നമ്മളോടൊപ്പം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റുഡൻസും തയ്യാറായി. ഒരു ദിവസത്തിൽ ഇപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഏരിയകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവസത്തിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം ഫുൾ സപ്പോർട്ടിനായിട്ട്. നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാനും നല്ലൊരു റിസൾട്ടിലൂടെ തന്നെ അല്ലെങ്കിൽ നല്ലൊരു മാർക്കോട് കൂടെ തന്നെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാനും സാധിക്കും. അത് ഞങ്ങൾ തരുന്ന വാക്ക് തന്നെയാണ്. ഇത് വെറുതെ ഒരു വാക്കുകളല്ല, നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് ഡെയിലി ടൈം ടേബിൾ ബേസ് ചെയ്ത് ക്ലാസ്സുകൾ കണ്ട് റിവിഷൻ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നിരവധി മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും നമ്മളുടെ 2000-ലധികം ഷോർട്ട് ക്വസ്റ്റ്യൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാർക്കുകളോടുകൂടി, വെറുതെ വാക്കുകളെല്ലാം നിങ്ങൾക്കറിയാം, രജിസ്റ്റർ നമ്പർ സഹിതം അവിടെ മാർക്ക് ലിസ്റ്റ് സഹിതമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു റിസൾട്ടിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കഴിഞ്ഞ 10 കേഡറ്റിലായിട്ട് 7000-ഓളം പേരെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ ഈ ഒരു റിസൾട്ട് പോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല മാർക്കുകളോട് തന്നെ കേട്ടറ്റ് ക്വാളിഫൈഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പുതിയ അപ്ഡേഷൻ എന്താണ് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 16/12/2025 തിരുവനന്തപുരം റിപ്പോർട്ടാണ് നടന്നിരിക്കുന്നത്. അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാം. പൊതുവിദ്യാഭ്യാസ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം നടപ്പിൽ വരുത്തുന്നതിന് നിയമന ശുപാർശ നൽകുന്നതിന് നിയമങ്ങൾക്ക് കേട്ടറ്റ് യോഗ്യത സംബന്ധിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സിവിൽ അപ്പീൽ നമ്പർ 1385/2025 1/9/2025 തീയതിയിൽ പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ നിർദ്ദേശങ്ങൾ ബാധകമാകുന്നത് സൃഷ്ടികരിക്കുന്നതിനെ സംബന്ധിച്ച് എന്ന് നൽകിയിട്ടുണ്ട്. സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന സമയത്ത് നമുക്ക് തീരുമാനം 4 പ്രകാരം വിദ്യാഭ്യാസ അവകാശ നിയമം LP, UP വിഭാഗത്തിലുള്ള അധ്യാപകർക്കാണ് ബാധകമാകുന്നതിനാലും ഹൈസ്കൂൾ അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളിലെ വ്യവസ്ഥകൾ തുടരുന്നതിന് പ്രൈമറി അധ്യാപകരുടെ നിയമനത്തിന് കേഡറ്റ് യോഗ്യത സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്നു.
അതായത് നമുക്കിപ്പോ കേട്ടിട്ട് എന്താണെങ്കിലും നമ്മുടെ LP-UP അധ്യാപകർക്ക് നിർബന്ധമായിട്ടും വേണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മാറ്റങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ വന്നിട്ടില്ല. ഓക്കെ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സൂചന 5-ലെ കത്ത് മുഖേന ആവശ്യപ്പെട്ടത് പ്രകാരം കേട്ടറ്റ് യോഗ്യത സംബന്ധിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായത്തിനനുസൃതമായി ജില്ലാ സമിതികൾ മുഖേന ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് താഴെ പറയുന്ന സൃഷ്ടീകരണം പുറപ്പെടുവിക്കുന്നു. നിലവിലെ തുടർന്നു വരുന്നത് പോലെ LPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 1 അഥവാ കേട്ടറ്റ് 2 നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. UPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 2 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. HST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 3 നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. ലാംഗ്വേജ് ടീച്ചേഴ്സ് LP and UP സ്പെഷ്യൽ ടീച്ചേഴ്സ് കാറ്റഗറി 4 നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. മേൽനിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന പുനഃപരിശോധനാ ഹർജിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്കും വിധേയമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നിലവിലെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനിയിപ്പോ വിധി പോസിറ്റീവോ നെഗറ്റീവോ ആവട്ടെ, ഇനിയിപ്പോ അത് മാറിയാലും മാറിയില്ലെങ്കിലും കേട്ടറ്റ് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. 150 മാർക്കിന്റെ പരീക്ഷയാണ്, നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. ഒന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ റെഡി ആയാൽ നേടിയെടുക്കാവുന്ന ഒന്നാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. മറ്റു ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഞങ്ങളോടൊപ്പം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് റെഡി ആവുക. നിങ്ങൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കും എയിം സ്റ്റഡി സെന്ററിലൂടെ. അത് ഞങ്ങൾ തരുന്ന വാക്ക് തന്നെയാണ്. ആ വാക്ക് പാലിച്ചത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10 കേഡറ്റിലായി 7000-ഓളം ആളുകളെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാനും കഴിഞ്ഞ സ്പെഷ്യൽ കേട്ടറ്റിൽ 100% വിജയം നേടിയെടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം കേട്ടറ്റിനായി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ വരുന്ന തിങ്കളാഴ്ച ഡിസംബർ 22-ാം തീയതി നമ്മുടെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.